ഫ്രണ്ട്സ്, ആൻസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മീൻ വെച്ചിട്ടുള്ള ഒരു ഡിഷാണ്, മീൻ പീര. മീൻ പീര സാധാരണയായി നമ്മൾ ഉണ്ടാക്കുന്നത് കൊഴുവ, ചെറുതരം മീനുകൾ, പിന്നെ മത്തി ഇവയെല്ലാം വെച്ചിട്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അയില വെച്ചിട്ട് എങ്ങനെ മീൻ പീര ഉണ്ടാക്കാം. വാ നമുക്ക് നോക്കാം. മീൻ പീര ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായ സാധനങ്ങൾ: അയില ഒരു 5 എണ്ണം, കുറച്ച് നാളികേരം, 2 സവാള അരിഞ്ഞത്, പച്ചമുളക്, ഏകദേശം ഒരു 3 കഷ്ണം കുടംപുളി, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഉലുവ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി. മീൻ വേവിക്കാൻ ആവശ്യത്തിന് വെള്ളം. പാനിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കി പുളിയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഈ മീനൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് പാനിൽ ആദ്യം വെള്ളം ഒഴിക്കാം. ഒന്ന് ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് പുളി ഇടാം. പിന്നെ നമുക്കിതിനകത്തേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. നമുക്ക് ഈ മീൻ അതിലിട്ട് വേവിച്ചെടുക്കാം. മീൻ ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വേവട്ടെ. ഏകദേശം ഈ വെള്ളം പറ്റുന്നതാണ് കണക്ക്. നമുക്കിത് മൂടി വെക്കാം. നമുക്ക് ഈ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മീൻ ഏകദേശം വെന്തു. മറ്റേ സൈഡും കൂടെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നോക്കൂ, നന്നായിട്ട് വെള്ളം പറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മീൻ എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം, എന്നിട്ട് തണുക്കാൻ വെക്കാം. പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഏകദേശം 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് കടുകിടാം. നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇളക്കി കൊടുക്കാം. ഇഞ്ചി ഒന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. എല്ലാം വഴന്നു വന്നു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 സവാള ചെറുതായി അരിഞ്ഞാണിത്. നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാള ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവാള വഴന്നു കിട്ടും. അതുകൊണ്ട് നമുക്ക് സവാള കുറച്ച് നേരത്തേക്ക് മൂടി വെക്കാം. മീൻ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് ഇനി മീനിൽ നിന്ന് മുള്ളെല്ലാം സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ചെറിയ മുള്ളൊക്കെ ഉള്ളത് നമുക്ക് കൈ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ അടത്തി മാറ്റിയ മീനെല്ലാം ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് എല്ലാ പൊടികളും ഓരോന്നോരോന്നായി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ച് മുളക് പൊടി. നമ്മൾ ഓൾറെഡി പച്ചമുളക് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ. ഞാൻ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, അപ്പോൾ അധികം അങ്ങ് എരിവ് വരത്തില്ല.
ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പുരളാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്യാം. ഇതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. നമുക്കിനി ഇതിനകത്തേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ലാസ്റ്റ് പ്രൊസീജിയർ ചെയ്യാനുള്ളത്, നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിന് നാളികേരം ഇട്ട് കൊടുക്കുന്നു. നമ്മൾ എടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ച് വേണം നാളികേരം ഇടാൻ വേണ്ടിയിട്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് നാളികേരം ഇട്ടു. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിലുണ്ടാക്കുന്ന നല്ല രുചിയുള്ള മീൻപീര റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. താങ്ക് യു.